അയ്യ വണക്കം. ഒടുവിൽ പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഇറാന്റെ ഷോ ഓഫ് ആണ് കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇറാൻ 200-ലധികം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ട് ജോർദാനിന്റെ ആകാശപാത മുഴുവനും നിശ്ചലമാക്കിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചത്. ഇതോടുകൂടി അറബ് രാജ്യങ്ങളും ഹാപ്പി, ഇറാനും ഹാപ്പി, ഇറാനിലുള്ള സിവിലിയൻസും ഹാപ്പി, ഇവന്മാരുടെ സംഘടനകളിലെല്ലാം ഹാപ്പി. പോരാത്തതിന് ആണവായുധം വികസിപ്പിക്കണം എന്ന് പറഞ്ഞൊരു വേട്ടാവളിയുണ്ട് അവിടെ. അപ്പോ അവിടെ ഇരുന്ന ആയത്തുള്ള ഖമനേയി ഉണ്ട്. അവൻ ഞാനോ പോടാ എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അയാളും ഹാപ്പി. അതായത് ഇറാന്റെ വമ്പൻ തിരിച്ചടിയാണ് ഇസ്രായേലിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇതാ കത്തിക്കയറുന്നു എന്നൊക്കെ പറഞ്ഞ് ലോകരാജ്യങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ ഒരു അവസരം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. കാരണം ഇസ്രായേൽ തുരുതുരുതുരാ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇറാന്റെ ഓരോ പദ്ധതികളായിട്ട് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഓരോ നേതാക്കന്മാരെയായിട്ട് കാലപുരിക്ക് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇറാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്നാണ് ഇറാൻ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പല ആൾക്കാർക്കും ഇത് അറിയുകയും ചെയ്യാമല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഇറാൻ രാത്രിയോ രാവിലെയോ, സാധാരണ രാത്രിയാണ് അവന് മെസ്സേജ് അയക്കുന്നത്, കുറച്ച് മെസ്സേജുകൾ ഇസ്രായേലിലോട്ട് അയക്കും. ഇസ്രായേൽ അത് ഗംഭീരമായിട്ട് തടുത്ത് നിർത്തുകയും ചെയ്യും. അതോടുകൂടി ഇറാന്റെ നെഞ്ചിലെ കുറച്ച് കല്ലെങ്കിലും ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി ഉണ്ടാവും. നെതന്യാഹു പറയും ഇപ്പൊ കീച്ചിക്കളയും, ഉടനെ ഇറാൻ പറയും നീ ഇങ്ങോട്ട് വാടാ, കീച്ചാൻ വാടാ എന്നിങ്ങനെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇസ്രായേൽ കുറച്ച് മിസൈൽ അങ്ങോട്ടേക്കും, അത് ഇറാനും തടുക്കും. അതായിരുന്നു സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യങ്ങളുടെയൊക്കെ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് പല ലോകരാജ്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമേരിക്കയുടെ കാര്യം, കഴിഞ്ഞ ദിവസം ഇറാൻ അങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചപ്പോൾ അമേരിക്കയുടെ ജോ ബൈഡൻ അത് നേരിട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അതെങ്ങനെ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഉടനെ ആസന്നമാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഇങ്ങനൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരു പ്രതിസന്ധിയിലോട്ട് പോകും. കാരണം എണ്ണവില ഇന്നലെ ഇറാൻ ഇങ്ങോട്ട് 10 മിസൈൽ അയച്ചപ്പോഴേ കുതിച്ചു പൊങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളിൽ എണ്ണവില കുതിക്കും, സ്വർണത്തിന് വില കൂടും, വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പല ലോകരാജ്യങ്ങളും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കും എന്ന് പല ആൾക്കാരും പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇറാന് പക്ഷെ ഇസ്രായേലിനെ തിരിച്ചടിക്കേണ്ടത് ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഇറാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവരങ്ങോട്ട് കുറച്ച് മെസ്സേജൊക്കെ അയക്കും കേട്ടോ എന്നിങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു. 200-ലധികം മെസ്സേജാണ് ഞങ്ങൾ അയച്ചത് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും, പക്ഷേ ഇറാൻ അയച്ചത് 186 ബാലിസ്റ്റിക് മിസൈലാണ് എന്നാണ് IDF പറയുന്നത്. ഈ 186 ബാലിസ്റ്റിക് മിസൈലുകളിൽ 90% അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് തടഞ്ഞുവെന്നും മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പോലും പോറൽ പറ്റിയിട്ടില്ല എന്നുമാണ് പലരും പറയുന്നത്. പക്ഷെ IDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. പക്ഷെ അയാൾ മരണപ്പെട്ടത് മിസൈൽ ആക്രമണത്തിലാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം ഈ മിസൈൽ ആക്രമണം അവിടെ നടന്നപ്പോൾ, അതായത് ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിൽ നടന്നപ്പോൾ അവിടെ ഒരു വെടിവയ്പ് നടന്നു. ഈ വെടിവയ്പും മിസൈൽ ആക്രമണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ അതിന്റെ ബന്ധം മൊസാദ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെടിവയ്പ് നടന്നത് വേറൊരു ഗ്യാങ് ആയിരുന്നു. അത് ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മിസൈൽ ആക്രമണം നമ്മൾ പ്രതീക്ഷയാണ്, പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്ത് കയറി ആരുടെ വെടിവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് പല ആൾക്കാരും അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ വെടിവയ്പ് സംഭവമാണ് യഥാർത്ഥത്തിൽ മിസൈൽ ആക്രമണത്തെക്കാട്ടിലും ഇസ്രായേൽ ഗുരുതരമായിട്ട് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വെടിവയ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലെ ടെൽ അവീവിൽ ഇന്നലെ രാത്രിയാണ് അതുണ്ടായത്. 6 പേര് മരിച്ചു, 10ഓളം പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. തിരികെ നടത്തിയ ആക്രമണത്തിൽ പോലീസ് 2 തോക്കുധാരികളെ വധിച്ചു. മരണസംഖ്യ ഉയരാനിടയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. മരിച്ചവരുടെ എണ്ണം 8 സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനും പരിസരത്തുമായിരുന്നു ആക്രമണം. തോക്കുധാരികൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുകയും ആക്രമണം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തോക്കും കത്തിയും ഉപയോഗിച്ചാണ് ഈ ആക്രമണം അവിടെ നടന്നത് എന്നാണ് പറയുന്നത്. ഈ ആക്രമണം ഒരു ഭീകരാക്രമണമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. മെസൈൽ അയച്ചതൊക്കെ അങ്ങോട്ട് വിടും, മെസൈലിൽ ആർക്കും ഒരു പോറൽ പറ്റിയിട്ടില്ല എന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെതന്യാഹു അതിന് തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നെതന്യാഹുവിന് അങ്ങനെ പറഞ്ഞില്ലേ മതിയോ? കാരണം ഇറാൻ ഇങ്ങോട്ടേക്ക് മെസൈൽ അയക്കുമ്പോൾ നെതന്യാഹു പഴം വിഴുങ്ങിയ പോലെ നെതന്യാഹുവിന് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നെതന്യാഹു പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങളുടെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തിരിച്ചടി പോലെ ആയിരിക്കില്ല, അതിഭീകരമായിരിക്കും ഞങ്ങളുടെ തിരിച്ചടി എന്നാണ് ഇസ്രായേൽ ഇറാനോട് പറഞ്ഞത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കാൻ ധൈര്യമുള്ളൊരു രാജ്യമാണ് ഈ കാലഘട്ടത്തിൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ മണ്ട. പിന്നെ സുഡാപ്പികളെ സൂചിപ്പിക്കുക,
അവന്മാരോട് പറയാം, ഓ ഇറാൻ മിസൈൽ കണ്ട, ഇന്നലെ ഇറാൻ മിസൈൽ അയച്ചപ്പോൾ ഞാൻ ഇന്നലെ ഇസ്രായേലിനെ കുറിച്ച് ചെയ്ത വാർത്തയുടെ അടിയിലെല്ലാം അണഞ്ഞിരുന്ന സുഡാപ്പികളൊക്കെ ചാടി എഴുന്നേറ്റ്, കണ്ടാടാ ഞങ്ങളുടെ ഇറാൻ തിരിച്ചടിച്ചത്, കണ്ടാടാ നിന്റെയൊക്കെ അണ്ടം മതിച്ച് കീറൂടാ എന്നൊക്കെ പറഞ്ഞ് യവന്മാരൊന്ന് ഓണായി. അങ്ങനെ ഒന്ന് ഓണാവണം. അങ്ങനെ ഒന്ന് ഓണായിട്ട് ഞങ്ങൾക്കും കുറച്ച് വിലയൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളും മെസ്സേജൊക്കെ അയക്കാനുള്ള ഒരു സ്ഥിതിഗതികൾ ഉള്ള ആൾക്കാർ തന്നെയാണ് എന്ന് യവന്മാർക്കൊരു ഫീല് വരണം. എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് ജയിക്കാനാണ്. അങ്ങനെ ജയിക്കുമ്പോൾ ഒരു ബാറ്റിൽ ഫീൽഡിലെങ്കിലും നമ്മൾ ജയിച്ചു എന്നുള്ളൊരു തോന്നൽ വേണ്ടേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധം പോലെ ആയിപ്പോകും. രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണക്കാരൻ ആരാണെന്നറിയാം? അത് ഹിറ്റ്ലറാണ്. എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാക്കാൻ കാരണക്കാരനായി മാറിയത്? കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തെ പാടെ ലോകരാജ്യങ്ങൾ തഴഞ്ഞു. ജർമ്മനിക്ക് ഒന്നും ലോകരാജ്യങ്ങൾ ക്ലൈമാക്സിൽ ഈ യുദ്ധത്തിന്റെ മുതലുകൾ വീതിച്ചെടുക്കുമ്പോൾ ഒന്നും കൊടുത്തില്ല. പോരാത്തതിന് ജർമ്മനി അപ്പാടെ തഴഞ്ഞിട്ടപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ മനസ്സിൽ അഭിമാനക്ഷത ഉണ്ടായി. ആ അഭിമാനക്ഷതത്തിൽ നിന്നാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന വലിയൊരു വ്യക്തി, ഏറ്റവും വലിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള വ്യക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ഉയർന്നു വന്നതും അത് രണ്ടാം ലോക മഹായുദ്ധത്തിനുള്ള പ്രേരണയായിട്ട് മാറിയതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള സൈക്കോളജിയും നയതന്ത്രവും ഒക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പം ഇസ്രായേൽ അജയ്യമായിട്ട് ഇറാനെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നാൽ, ഹിസ്ബുള്ളയെ അടിച്ചുകൊണ്ടേയിരുന്നാൽ, ഹൂതികളെ അടിച്ചുകൊണ്ടേയിരുന്നാൽ ഒരു ഘട്ടത്തിൽ GCC രാജ്യങ്ങൾക്കായിരുന്നാലും ഇറാനായിരുന്നാലും ഒരു തോന്നൽ വരും, ഓ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു തോന്നൽ വന്ന് ഇറാൻ എങ്ങാനും യഥാർത്ഥത്തിൽ കയറി അടിച്ചാൽ എന്ത് ചെയ്യും? ഇറാൻ എങ്ങാനും യഥാർത്ഥത്തിൽ കയറി അടിച്ചാൽ കളി മാറിപ്പോകും എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അടിക്കാതിരിക്കണമെങ്കിൽ ഇറാന്റെ പിറകിൽ അമേരിക്കയുണ്ട്, കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പിറകിലും അമേരിക്കയുണ്ട്. ഈ പ്രശ്നം തീർക്കണം എന്നുള്ളത് ലോകരാജ്യങ്ങൾ, എന്തെങ്കിലും ഇന്ത്യയുടെ പോലും വലിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ പോലും വലിയൊരു വിഷയമായിട്ടുള്ള ഒരു പ്രശ്നം എങ്ങനെ തീർക്കും എന്നുള്ള ഒരു ചർച്ച പല ഘട്ടങ്ങളിലായിട്ട് നടക്കുകയാണ്. ഇറാൻ പല രീതിയിലും ഇസ്രായേലിനെ മെരുക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇറാൻ അകത്തുള്ള സംഘടനകൾ, അതായത് അഭിമാനക്ഷതമേറ്റിരിക്കുകയാണ് ഇവന്മാർക്കല്ല. എന്തോ ഒരു ആക്രമണങ്ങളാണ്. പേജർ സ്ഫോടനത്തിൽ യുവമാരുടെ അംബാസഡറുടെ കണ്ണും ഇതൊക്കെ പൊട്ടിത്തെറിച്ചു പോയി. പിന്നെ രണ്ടാമത് ഇറാൻ അകത്ത് കയറി ഇസ്മായിൽ ഹനിയെ വലിച്ചു. അത് കഴിഞ്ഞ് ഹിസ്ബുള്ള തലവനെ മറ്റേ ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ട് മരിച്ചു. അവനാണെങ്കിൽ കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് കുത്തിച്ചത്തു എന്ന് പറയുന്നത് പോലെ ബോംബ് ഇടണ്ട, ബോംബ് വരുന്ന കണ്ടപ്പോഴേ ബ്ലഡ് ട്രോമ ഒന്ന് നെഞ്ചിടിച്ച് ചത്തുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് വെറുതെ ഒരു ബോംബ് വേസ്റ്റ് ആക്കി, അവനൊരു പ്ലാസ്റ്റിക് ബോംബ് തന്നെ മതിയായിരുന്നു എന്നായിരിക്കും ഇസ്രായേൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഒരു വലിയ രാജ്യമാണ്. ഇറാന് വലിയ സൈനിക ശക്തിയുണ്ട്, ഇറാന് വലിയ രീതിയിലുള്ള ആയുധങ്ങളുണ്ട്. പോരാത്തതിന് ആണവായുധം അവർ വികസിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ സംഘടനകളൊക്കെ അവിടെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിനെ. അപ്പോ അതിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ നിങ്ങൾ 2 മെസ്സേജ് അങ്ങോട്ട് അയച്ചു എന്ന് അമേരിക്ക പറയും എന്ന് പല വിദേശകാര്യ വിദഗ്ധന്മാരും പറഞ്ഞിട്ടുണ്ട്. അതേ തുടർന്നുള്ള ഒരു നാടകമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സുഡാപ്പികൾക്ക് ഇത് ആഘോഷിക്കാനുള്ള ഒരു സന്ദർഭമായി. ഇപ്പൊ അവരുടെ നെഞ്ചിലെ കല്ലിറങ്ങി. അതേസമയം ഇസ്രായേൽ തീർക്കാനുള്ളവരെ മുഴുവൻ ഒരു സൈഡിൽ തീർത്തു. ഹമാസിനെ മൊത്തത്തിൽ തീർത്തു, ഹിസ്ബുള്ളയെ മൊത്തത്തിൽ തീർത്തു. ഇനി ഇരിക്കുന്നത് ഹൂതി വിമതർ എന്ന് പറയുന്ന കുറെ എണ്ണം അവിടെ കിടപ്പുണ്ട്, ആ കടലിടുക്കിന്റെ സൈഡിൽ. യവന്മാർ നമുക്കും അമേരിക്കയ്ക്കും, അതായത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും എന്തിനു പോകുന്നു? അതുവഴി പോകുന്ന സകല കപ്പലുകൾക്കും തലവേദനയാണ്. ഇനി യവന്മാരെയാണ് അടിച്ചു കീറാൻ പോണത്. ചോദിക്കാൻ പറയുന്നത് ആരുമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് യവന്മാരെ നമുക്ക് എന്തും ചെയ്യാം. അങ്ങനെ യവന്മാരെയാണ് ഇനി അടിച്ചു കീറാൻ പോണത്. അങ്ങനെ ഒരു ഷോ ഓഫ് ആണ് കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് തിരിച്ചടി അതിഭീകരമായിരിക്കും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 2 വലിയ ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തേക്കും. കാരണം ഇറാന്റെ പിറകിൽ റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നെ റഷ്യക്ക് ഇപ്പൊ ഇറാനെ സഹായിക്കാൻ പറ്റാത്തത് റഷ്യ യുക്രൈൻ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസൈൽ പോലും ഇറാന്റെ കയ്യിൽ നിന്നാണ് റഷ്യ മേടിച്ചുകൊണ്ട് പോയത് എന്നുള്ളത് വേറൊരു കാര്യം. റഷ്യയുടെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതെടുത്ത് പ്രയോഗിച്ചാൽ യുക്രൈൻ മാത്രമല്ല നാറ്റോ സഖ്യം വരെ അടിച്ചു പോകും, അത് വേറെ കാര്യം. അതുകൊണ്ട് യവന്മാർക്ക് ഒരു ഓലപ്പടക്കം മതി എന്ന് വിചാരിച്ചുകൊണ്ട് റഷ്യ ഇറാന്റെ കയ്യിൽ നിന്നും ആയുധങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്നതാണ്. അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോ ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പൊ ഞങ്ങൾ ഏറ്റുമുട്ടും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും, വീണ്ടും പറയുന്നു, ഇസ്രായേൽ തിരിച്ചതിനെ തടുക്കും. അതോടുകൂടി യവന്മാരുടെ 2 പേരുടെ നെഞ്ചിലെ കല്ലങ്ങോട്ട് ഇറങ്ങും എന്നുള്ളതാണ് ഇതിന്റെ പിറകിലെ കളി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പൊ പശ്ചിമേഷ്യയിൽ യുദ്ധം വരും, ഇറാനും ഇസ്രായേലും തമ്മിൽ അങ്ങോട്ട് അടിച്ച് ഭയങ്കരമായിട്ട് കയറും, ഇറാന്റെ പിറകിൽ കുറെ രാജ്യങ്ങൾ വന്ന് അണിനിരക്കും, ഇസ്രായേലിന്റെ പിറകിൽ കുറെ രാജ്യങ്ങൾ വന്ന് അണിനിരക്കും, GCC രാജ്യങ്ങളും ഇസ്രായേലും അമേരിക്കയും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ പര്യവസാനത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാന് ഒരു മേൽക്കൈയുണ്ട്, ഇസ്രായേലിന് നേരത്തെ മേൽക്കൈയുണ്ട്, ഇപ്പൊ 2 പേർക്കും ഒരു മേൽക്കൈയുണ്ട്. ആ മേൽക്കൈയുമായിട്ട് അങ്ങോട്ട് പോയാൽ മതി. അല്ലെങ്കിലും ഇസ്രായേലിൽ നിന്നും അടിച്ചു നിൽക്കാനുള്ള കഴിവ് ഇറാൻ ഇല്ലെന്ന് കൃത്യമായിട്ട് ഇറാൻ അറിയാം, അത് അമേരിക്കയ്ക്കും അറിയാം. ഇപ്പൊ അടിയന്തര യോഗമൊക്കെ ചേർന്നിട്ടുണ്ട്. അമേരിക്ക പിന്നെ അറിയാലോ, ഒരു മെസ്സേജ് ഇസ്രായേൽ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അമേരിക്ക പറയും, അയ്യോ
ഞങ്ങളിതറിഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറയാം. അതേസമയം ഇസ്രായേലിന് മിസൈൽ ആക്രമണം വരുന്നുണ്ടെങ്കിൽ അമേരിക്ക മുന്നറിയിപ്പ് കൊടുക്കും. അതങ്ങനെ അമേരിക്ക മുന്നറിയിപ്പ് കൊടുക്കും? അപ്പൊ ഇറാൻ അമേരിക്കയോട് വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ മിസൈൽ അയക്കാൻ പോകുന്നുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ പറയണേ എന്ന് അമേരിക്കയോട് വിളിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മിസൈൽ ആക്രമണം നടത്തുന്നതിന് മുമ്പേ, അതായത് നമ്മുടെ സന്ദീപാനന്ദഗിരിയുടെ വീട്ടിൽ കാറ് തീടുന്നതിന് മുമ്പേ കൈരളി പീപ്പിൾ ഓടി ചെന്നെന്ന് പറയുന്നത് പോലെ മിസൈൽ ആക്രമണം നടത്തുന്നതിന് മുമ്പേ വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്നു. UN രക്ഷാസമിതിയെ വിളിക്കൂ, പെട്ടെന്ന് അടിയന്തര യോഗം ചെയ്യാൻ പറയൂ എന്നൊക്കെ പറഞ്ഞ് അടിയന്തര യോഗം അവിടെ ചേർന്നു. ഭയങ്കര ഒരു കലുഷിതാവസ്ഥയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു. ഇന്ത്യ ആണെങ്കിൽ നമ്മൾ പാവപ്പെട്ട രാജ്യം, നമ്മൾ ചേരാൻ നയമാണ്, നമ്മൾ അവിടെയല്ല ഇവിടെയല്ല, നമ്മളെ അടിച്ചാൽ നിന്റെയൊക്കെ അണ്ടം വലിച്ചു കീറും എന്നുള്ളതാണ് നമ്മുടെ നയം എന്ന് പറയുന്നത്. അതിൽ നോ കോംപ്രമൈസ്. ഇന്ത്യ പറയുന്നു ഇസ്രായേലിലുള്ള ഇന്ത്യൻ ജനങ്ങളെല്ലാം വല്ല ബങ്കറും കിട്ടുമെങ്കിൽ അതിനകത്തൊക്കെ കയറിയിരുന്നു എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. ഇനി യുദ്ധം വരികയാണെങ്കിൽ നമ്മുടെ രാജ്യം പുഷ്പം പോലെ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടെത്തിക്കും. നമ്മുടെ കാര്യം നോക്കി രജനീകാന്ത് പറയുന്നത് പോലെ റൂട്ടിൽ ഞാൻ പോയിക്കിട്ടേ ഇരിക്കേ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഇന്ത്യയുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നിലവിലത്തെ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇസ്രായേലുമായിട്ട് ഇറാനെ അടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ചരിത്രത്തിലേക്ക് കൂടെ പോവേണ്ടി വരും. ചരിത്രത്തിലേക്ക് പോകുമ്പോൾ പലതരം യുദ്ധമുണ്ട്. 1950-ഉം 1960-ലും ഫെദായിൻ കലാപം എന്ന് പറഞ്ഞൊരു കലാപം അവിടെ നടന്നിട്ടുണ്ട്. അതൊരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ അണിനിരന്നത് എത്ര രാജ്യങ്ങളാണെന്നറിയാമോ? 1950-ലും 1960-ലും ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ പലസ്തീൻ ആക്രമണങ്ങളിലും പ്രതികാര നടപടികളിലും സിറിയ, ഈജിപ്റ്റ്, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്ന് അറബ് ഗറില്ലകൾ ഇസ്രായേലി സിവിലിയന്മാർക്കും സൈനികർക്കുമെതിരെ ആക്രമണം നടത്താൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു. 3 രാജ്യങ്ങളും കട്ടക്ക് ഇസ്രായേലിനെ അടിക്കാൻ നിൽക്കുകയായിരുന്നു. ഈജിപ്റ്റ് പിറകെ, അവന്മാരെല്ലാം അടിച്ചു ചുരുട്ടി ചാക്കി കെട്ടി. അന്ന് ഇസ്രായേൽ ഉണ്ടായ സമയമാണെന്ന് ആലോചിക്കണം. ആ ഉണ്ടായ സമയത്തെ ഇത്ര പവർ ഉണ്ടെങ്കിൽ ഇപ്പം എത്ര പവർ കാണും? ആ പവർ ഇറാൻ അറിയാതിരിക്കും, ആ പവർ അമേരിക്കയ്ക്ക് അറിയാതിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോകും. പിന്നെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ ഞങ്ങൾ ആക്രമിച്ചു എന്നൊക്കെ ഉമാർ പറയുന്നുണ്ട്. തൊട്ട് പിറകെ ഇസ്രായേലിന്റെ കമാൻഡർ ഡാനിയൽ ഹഗാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. പുള്ളി പറയുന്നു മിസൈൽ ആക്രമണം വന്നിട്ടുണ്ട്, ഞങ്ങളത് സ്ഥിരീകരിച്ചു എന്ന് ഡാനിയൽ ഹഗാരി പറയുന്നുണ്ട്. 2-3 എണ്ണം ഇവിടെ ഏതൊക്കെ മരിച്ചിനികളിലൊക്കെ വീണിട്ടുണ്ട് എന്ന് ഡാനിയൽ ഹഗാരി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഇപ്പോൾ വലിയ യുദ്ധം ഉണ്ടാവും, അടിയുണ്ടാവും, തിരിച്ചടി ഉണ്ടാവും. ഇസ്രായേലും അങ്ങോട്ട് മിസൈൽ അയക്കും, അതുമല്ല ഇറാന്റെ മരിച്ചിനി വിളയിലും പോയി വീഴും. അങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടാവും എന്നുള്ളതിൽ കവിഞ്ഞ് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് ഞാൻ പേഴ്സണലി ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങോട്ടേക്ക് മിസൈൽ വരും, അതുമാതിരി തടുക്കുമെന്ന്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.